ഇസ്രയേൽ ഇറാൻ സംഘർഷം അതിരൂക്ഷമായി തുടരുകയാണ്. ഇസ്രയേലിലെ ഹൈഫ നഗരത്തിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ വലിയ നാശനഷ്ടമുണ്ട്. നിരവധി പേർക്ക് പരിക്ക് സംഭവിച്ചു. ഇതിനിടെ ഇസ്രയേൽ ആക്രമണത്തിൽ ഇറാന്റെ കൂടുതൽ ഉന്നത ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടതായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചു. ഇസ്രയേലിന്റെ ഡ്രോണുകളും ക്വാഡ്കോപ്റ്ററുകളും ഇറാൻ വെടിവെച്ചിട്ടതായി റിപ്പോർട്ടുണ്ട്. ഇതിനിടെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖംനേയിയെ വധിക്കാൻ ഇസ്രയേൽ അനുവാദം ചോദിച്ചെന്നും എന്നാൽ അത് അമേരിക്ക വീറ്റോ ചെയ്തെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഇറാനിൽ ഇതുവരെ 400-ലധികം പേർ കൊല്ലപ്പെട്ടതായാണ് വിവരം. ടെഹ്റാനിലെ ആണവ കേന്ദ്രം തകർക്കുന്ന ദൃശ്യം ഇസ്രയേൽ പുറത്തുവിട്ടു. രഞ്ജിത്ത് രാമചന്ദ്രൻ വിവരങ്ങളുമായി. രഞ്ജിത്ത്, ഇതിനെ രണ്ടായി തിരിക്കാമെന്ന് തോന്നുന്നു. പുറത്തു വന്നിട്ടുള്ള വിവരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ട്രംപിന്റെ വെളിപ്പെടുത്തലാണ്. അത് ആയത്തുള്ള അലി ഖംനേയിയെ കൊലപ്പെടുത്താൻ അനുവാദം ചോദിച്ചെങ്കിലും അത് വീറ്റോ ചെയ്തു എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. ഒപ്പം ഈ ഇറാനിലെ പ്രധാനപ്പെട്ട ചില നേതാക്കൾ കൂടി കൊല്ലപ്പെട്ടതായുള്ള വിവരങ്ങൾ, അത് അവരുടെ സേനയുടെ തലവനടക്കമുള്ള പ്രധാനപ്പെട്ട ചിലർ കൊല്ലപ്പെട്ടതായി ബെഞ്ചമിൻ നെതന്യാഹു വെളിപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ വെളിപ്പെടുത്തലുകൾ ഒരു വശത്ത് നടക്കുന്നു, മറുവശത്താകട്ടെ ഒരു ശമനവുമില്ലാതെ വലിയ ആക്രമണവും നടക്കുന്നു. ഈ മൂന്നാം രാത്രി എന്തൊക്കെയാണ് ഇറാനിലും ഇസ്രയേലിലും സംഭവിച്ചിട്ടുള്ളത്? ശ്രീജ, വളരെ നിർണായകമായ ചില വിവരങ്ങളാണ് ഇന്നലെ രാത്രി പുറത്തു വന്നത്. അതിലൊന്ന്, ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖൊമേനിയെ കൊലപ്പെടുത്താനുള്ള നീക്കം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. അത് വളരെ കൃത്യമായി ആസൂത്രിതവുമായിരുന്നു. നമുക്കറിയാം, ഈ ആക്രമണം നടത്തിയത് ഒരു വർഷം നീണ്ട തയ്യാറെടുപ്പുകൾക്കൊടുവിലാണ് ഇസ്രായേൽ. കൃത്യമായി തന്നെ ഡ്രോണുകളടക്കം ഇറാനിൽ എത്തിച്ച് അവിടെ നിന്ന് വളരെ കൃത്യമായ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുകയായിരുന്നു ഇസ്രായേൽ ചെയ്തത്. അതിൽ പ്രധാന ടാർഗറ്റ് അയത്തുള്ള ഖൊമേനി എന്നുള്ള വിവരം കൂടിയാണ് പുറത്തു വരുന്നത്. പക്ഷേ മറ്റ് ആണവ ശാസ്ത്രജ്ഞരെയും 14ഓളം ആണവ ശാസ്ത്രജ്ഞരെ ഇതിനകം ഇസ്രായേൽ കൊലപ്പെടുത്തി. പ്രധാനപ്പെട്ട സൈനിക മേധാവികളെ കൊലപ്പെടുത്തി. ഇതിനൊക്കെയുള്ള അനുവാദം അമേരിക്ക നൽകിയിരുന്നു എന്നും അതേസമയം അയത്തുള്ള ഖൊമേനിയെ കൊലപ്പെടുത്തുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കും എന്ന കാര്യം അമേരിക്ക ഇസ്രായേലിനെ അറിയിച്ചു എന്നുമാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അതനുസരിച്ച് ഡൊണാൾഡ് ട്രംപ് തന്നെ ഇത് വീറ്റോ ചെയ്തു എന്നാണ് ഇപ്പോൾ റോയിട്ടേഴ്സ് അടക്കമുള്ള പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഇസ്രായേലിന്റെ ടാർഗറ്റ് വളരെ കൃത്യമായി ഖൊമേനി ആയിരുന്നു. ഖൊമേനിയെ വധിക്കുന്നതിലൂടെ ഇറാന് അത്ര വലിയ തിരിച്ചടി നൽകാമെന്നും ഇനിയൊരു ആണവ പരീക്ഷണത്തിലേക്കോ ആണവ പദ്ധതികളിലേക്കോ ഇറാൻ കടക്കില്ല എന്നും അടുത്ത 10 വർഷത്തേക്കെങ്കിലും ഇത്തരം പരിപാടികളിൽ നിന്ന് ഇറാനെ പിന്നോട്ടേക്ക് വലിക്കാം എന്നുമായിരുന്നു ഇസ്രായേൽ ലക്ഷ്യം. പക്ഷേ അത്തരത്തിലൊരു കടന്ന കൈയിലേക്ക് ഇസ്രായേലിനെ അമേരിക്ക അനുവദിച്ചില്ല എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനിടെ ഇന്നലെ ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില വാദങ്ങൾ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. ഇറാൻ ഭരണകൂടത്തെ അട്ടിമറിക്കുക തന്നെയാണ് ലക്ഷ്യം. ഒപ്പം അമേരിക്കൻ സഹായത്തോടെയാണ് ആക്രമണം. നേരിട്ട് അമേരിക്ക ഇതിൽ ഇടപെടുന്നില്ല എങ്കിലും കൃത്യമായി തന്നെ അമേരിക്കയുടെ സഹായം ഈ ആക്രമണത്തിൽ ഉണ്ട് എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഒപ്പം ട്രംപുമായി തനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ലെന്നും ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുകയുണ്ടായി. ഇതിനിടയിലാണ് നേരത്തെ ശ്രീജ പറഞ്ഞതുപോലെ വളരെ ശക്തമായ ആക്രമണം ഇന്നലെ രാത്രിയും ഉണ്ടായത് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് മേധാവി ബ്രിഗേഡിയർ മുഹമ്മദ് ഖസമിയും ഡെപ്യൂട്ടി ജനറൽ ഹസൻ മൊഹാഖിലും കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം ബെഞ്ചമിൻ നെതന്യാഹു പുറത്തുവിട്ടതാണ്. അദ്ദേഹം ഈ വിവരം ഇത്തരത്തിൽ നിരവധി ഇറാന്റെ നേതാക്കളെ, സൈനിക മേധാവികളെ കൊലപ്പെടുത്തിയെന്നുള്ള വിവരം പറയുന്നതിന്റെ കൂട്ടത്തിലാണ് പ്രധാനപ്പെട്ട ഈ 2 നേതാക്കളുടെ പേരുകൾ എടുത്തു പറഞ്ഞത്. ഒപ്പം ഇസ്രായേലിലേക്കും ഇന്നലെ കനത്ത ആക്രമണം ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഹൈഫ നഗരത്തിൽ നടത്തിയ ആക്രമണത്തിൽ, തന്ത്രപ്രധാനമായ നഗരമാണ്, തുറമുഖ നഗരമാണ്, വാണിജ്യപരമായി ഇസ്രായേലിന് ഏറെ പ്രാധാന്യമുള്ള നഗരമാണ്. ഈ നഗരത്തെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇറാൻ ലക്ഷ്യമിടുന്നുണ്ട്. ഇവിടെ ജനവാസ മേഖലയാണ്. ഇവിടുത്തെ വലിയ വലിയ കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നതും വാഹനങ്ങൾ തകർന്നതും മറ്റും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിൽ ഇസ്രായേലിന് ഗസ യുദ്ധത്തിൽ അല്ലെങ്കിൽ പലസ്തീനുമായി ബന്ധപ്പെട്ട യുദ്ധത്തിൽ സംഭവിക്കാത്ത വിധത്തിലുള്ള തിരിച്ചടികൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇസ്രായേലിൽ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. ജനങ്ങൾ ബങ്കറുകളിൽ തുടരുന്നു.
തുടരണമെന്നും പൊതുസ്ഥലങ്ങളിൽ കൂട്ടം ചേരലുകൾ ഒഴിവാക്കണമെന്നും ഇസ്രായേൽ ഭരണകൂടം പറഞ്ഞിട്ടുണ്ട്. ഇതിനിടയിലാണ് സുപ്രധാനമായ ചില നീക്കങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഒപ്പം നമുക്ക് ലഭിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിവരം, നമുക്കറിയാം ഇറാനിൽ നമ്മുടെ ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട്, വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ഈ കുട്ടികളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനുള്ള നീക്കം ഇന്ത്യൻ എംബസി ആരംഭിച്ചിട്ടുണ്ട്. വിദേശകാര്യ മന്ത്രാലയം ഇത് സംബന്ധിച്ചുള്ള വാർത്താക്കുറിപ്പ് ഇന്ന് രാവിലെ വെളുപ്പിന് ഇറക്കിയിരുന്നു. അർമേനിയ വഴി, ഇപ്പോൾ യുദ്ധം രൂക്ഷമായാൽ അർമേനിയ വഴി ഈ വിദ്യാർത്ഥികളെ നാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ള സംവിധാനങ്ങളടക്കം സ്വീകരിക്കുന്നുണ്ട്. തൽക്കാലം ഇവരെ പ്രധാനപ്പെട്ട ഇസ്രായേൽ ആക്രമണം നടക്കാത്ത പ്രദേശങ്ങളിലേക്ക് മാറ്റുക എന്ന ലക്ഷ്യമാണ്. ഇതനുസരിച്ച് ഈ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെടുന്നുണ്ട്. കുറേ ആളുകളെ ഇത്തരത്തിൽ മാറ്റിയിട്ടുണ്ട് എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഇതിനിടയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം ഉണ്ടാകുന്നത്. സമാധാനത്തിനുള്ള സമയമായി, സമാധാന ശ്രമത്തിനുള്ള സമയമായി, ഇരു രാജ്യങ്ങളോടും ബഹുമാനമുണ്ട് എന്ന് ട്രംപ് പറയുകയാണ്. ഒരുപക്ഷെ യുദ്ധത്തിൽ അദ്ദേഹം ഇടപെട്ടേക്കാം എന്നുള്ള സൂചനകൾ കൂടി ഏറ്റവും അവസാന നിമിഷം പുറത്തു വരുന്നുണ്ട്. ശ്രീജ. രഞ്ജിത്ത് രാമചന്ദ്രനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. സംഘർഷം അതിരൂക്ഷമായി തുടരുകയാണ്. അതിനിടയിലാണ് ഈ നിർണായകമായ വെളിപ്പെടുത്തലുകളൊക്കെ പുറത്തുവരുന്നത്. അതേസമയം ഇരു രാജ്യങ്ങളോടും ബഹുമാനമുണ്ടെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. സമാധാന ചർച്ചകൾക്ക് സമയമായി എന്നും ട്രംപ് പറഞ്ഞു. ഇറാന്റെ ആക്രമണത്തിൽ നേരിട്ട് അമേരിക്ക ഇതുവരെ ഇടപെട്ടിട്ടില്ല. അതേസമയം ഇനി ഇടപെടുമോ എന്ന് പറയാനുമാവില്ല. നേരത്തെ ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ അമേരിക്കൻ സഹായം ആക്രമണത്തിനുണ്ടെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരുന്നു.